ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ജിനു ഒക്കെ ചെയ്ത ഒരു വീഡിയോ തന്നെയാണ്. ഏതായാലും അത് കണ്ടപ്പം എനിക്കും തോന്നി നമ്മുടെ കേരളത്തിൻ്റെ 2K കിഡ്സിൻ്റെയൊക്കെ സ്വഭാവത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങി എറണാകുളം ടൗണിൽ ജീവിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങി പല കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയോ ആൾക്കാർ, അല്ല ഇങ്ങനെയൊക്കെ മാറ്റം വന്നോ ആൾക്കാർക്ക് എന്ന് തോന്നിപ്പിക്കും. എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ടവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കുട്ടികളുടെയൊക്കെ ഒരു ഇടപെടൽ. അപ്പോൾ ചിന്താഗതിയിലൊക്കെ മാറ്റം വന്നു. പണ്ട് കല്യാണത്തിന് മുന്നേ ഏതേലും സെക്സിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു സ്നേഹമൊക്കെ സംഭവിച്ച ഒരു പുരുഷനുമായിട്ട് ഒരു റിലേഷനൊക്കെ വന്നാൽ മാക്സിമം അവരെ തന്നെ കല്യാണം കഴിക്കും. ഇനി കല്യാണം കഴിക്കാൻ പറ്റാതെയൊക്കെ വന്നാൽ ആത്മഹത്യ ചെയ്യണേ ആത്മഹത്യ ചെയ്യും. എന്ന് വെച്ചാൽ വേറൊരു പുരുഷനെ ചതിക്കില്ല. ഉണ്ടായിരിക്കാം വിരളമായിട്ട്, എന്നാലും പൊതുവെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ചിന്താഗതിയെ ആകെ മാറി മറിഞ്ഞു. നമ്മളൊക്കെ സമൂഹത്തിന് വരുന്ന മാറ്റം, നമ്മുടെ തലമുറയിൽപ്പെട്ടവരൊക്കെ നമ്മളൊക്കെ അറിയണം. ആൾക്കാരുടെ ചിന്താഗതി എന്താണ് മാറ്റം. 2K കിഡ്സ് ഒക്കെ പറയുന്ന അഭിപ്രായം കേൾക്കേണ്ടതാണ്. കേരളത്തിൽ ഈ കല്യാണത്തിന് മുന്നേ സെക്സ് പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊന്നും ശരിയല്ല. അതിനു മുന്നേയൊക്കെ അതൊക്കെ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യപ്പെടുന്ന കാര്യമാണ്, എന്തും ആവാം. പക്ഷെ എൻ്റെ ഒരു ചിന്താഗതി പറയാ, എത്ര കാലം പുരോഗതിക്കൊപ്പം ഈ പെൺകുട്ടികൾക്കൊപ്പം നടക്കുന്ന പയ്യന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒറ്റ എണ്ണത്തിനെ വിളിച്ച് ചോദിച്ച് കല്യാണത്തിന് മുന്നേ ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് എന്തെങ്കിലും സെക്സിൽ ഏർപ്പെട്ട്, അല്ല എന്തെങ്കിലും അല്ല, സെക്സ് റിലേഷൻ ഉള്ള ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നു. അതായത് അറിഞ്ഞോണ്ട്, കേട്ടോ, അറിയാതെ ആൾക്കാർക്ക് അബദ്ധം പറ്റും. അറിഞ്ഞോണ്ട് അവൻ സമ്മതിക്കുമല്ലോ എന്ന് ചോദിക്കണം. ജീവനുണ്ടെ സമ്മതിക്കില്ല. അതാണ് എനിക്കങ്ങോട്ട് മനസ്സിലാകാത്ത. കാലം മാറിയെന്നും പറഞ്ഞ് പെൺകുട്ടികളൊക്കെ കിടന്ന് ഭയങ്കര ചാട്ടമാണ്. പക്ഷെ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ആ മാറ്റം വരുന്നില്ല? ഇപ്പോഴും മോഡേൺ ചിന്താഗതിക്കൊപ്പം നിൽക്കുന്ന അതാ ഇതാന്ന് പറയുന്ന പുരുഷ കേസരി പിള്ളേർ, പകുതിയിലധികം ആൺപിള്ളേർ ഓവറായിട്ട് ശരീരത്തിൻ്റെ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ തുറന്ന് കാണിച്ചാലേ ബോൾഡ് ആവുള്ളൂ എന്നാണ് പെൺകുട്ടികളുടെ ചിന്താഗതി. കാണരുതാതെ മൂടി വെക്കേണ്ട ഭാഗങ്ങൾ മുഴുവൻ തുറന്ന് കാണിക്കണം, എന്നാലേ ആ പെൺകുട്ടി ബോൾഡായ പെൺകുട്ടി എന്നുള്ള അഡ്രസ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് പെൺകുട്ടികൾ അത് മുഴുവൻ തുറന്നു കാണിച്ചാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേങ്കിൽ അത് അത്ര ആണുങ്ങൾക്ക് വലിയ കൂടുതലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാലം മാറി എന്ന് പറയുന്നു, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നു. എപ്പോഴും അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇപ്പോഴത്തെ ചെറുപ്പം ആൺപിള്ളേർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറയുന്നില്ല. പിന്നെ എവിടെയാണ് ഈ മാറ്റം വന്നത്? നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിലാണ് ഈ മാറ്റം. 2K കിഡ്സിനൊക്കെ വളരെയധികം മാറ്റമാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരത് അംഗീകരിക്കുന്നില്ലെന്ന് പറയാം. പക്ഷെ ഇപ്പൊ കാലത്തിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാലോ. കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല. അവർക്ക് കല്യാണം പോലും കഴിക്കണമെന്നില്ല. എന്തിന് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളെ നോക്കണം, പ്രാരാബ്ധമായി ഭർത്താവിനെ നോക്കണം, കുടുംബം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പോലും വീട്ടിൽ ഇരിക്കുന്നവരില്ല ഇപ്പോഴത്തെ തലമുറ. എല്ലാവരും ജോലിക്ക് പോകുന്നു, എല്ലാവരും അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവർ. അതിൻ്റെ തന്നെ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ പിന്നെ ഒരു കുട്ടിയെ നോക്കണം, വീട്ടിൽ നോക്കണം, അമ്മായിയപ്പൻ, ഇതൊക്കെ എന്തിനേറ്റെടുക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയിൽ കല്യാണവും വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അപ്പം ഇപ്പം വന്ന പെൺകുട്ടികളുടെ സെക്സിനെ പറ്റിയുള്ള പെൺകുട്ടികളുടെ ആ ഒരു ധാരണ മാറിക്കിട്ടിയത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. നമ്മളൊക്കെ കാലം മാറിയത് അറിയാതെ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയല്ലേ, അതുപോലെ അറിയാതെ പോരുത്, അറിയണം എന്താണ്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. വിവാഹത്തിന് മുന്നേയുള്ള സെക്ഷൽ റിലേഷനെ പറ്റി എന്താ ഒപ്പീനിയൻ? അല്ല, അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. സെക്സ് എന്ന് പറയുമ്പം ഇപ്പം കല്യാണത്തിന് ശേഷം മാത്രമേ പറ്റുന്നുള്ള പഴയ കൺസെപ്റ്റ് ആണല്ലോ. അതൊക്കെ മാറി ഇപ്പം നമ്മൾ വേറെ നൂറ്റാണ്ടിൽ ഒരു വ്യക്തിക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് മ്യൂച്വൽ ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വ്യക്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല, കേട്ടോ. പിന്നെ ആർക്കാണ് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ് അവർ പറയുന്നത്. വിവാഹത്തിന് മുമ്പുള്ള സെക്ഷൽ റിലേഷൻ വേണമോ വേണ്ടേ? അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനിപ്പോൾ വിവാഹം അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് തോന്നുന്നില്ല. അതൊക്കെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഷ്ടത്തിന്റെ ഭാഗമാണ്. ഒരു സെക്സിന് വിവാഹം കഴിയണം എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സമൂഹം അതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് തെറ്റ്, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണോ അവർക്ക് ശരിയായിട്ട് തോന്നുന്നത് അത് ചെയ്യാം. അതിപ്പോൾ വേറെ ആർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റും ഇല്ല. താമസം എന്ന് പറയുമ്പോഴത്തേക്ക് കല്യാണത്തിന് ശേഷം മാത്രം നടക്കണമെന്നൊന്നുമില്ല. അവർക്ക് എപ്പോൾ തോന്നുന്നു അവർക്ക് അത് ഓക്കെ ആണ്, ആ ടൈമിൽ ഓക്കെ ആണെങ്കിൽ അവർക്കത് ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എനിക്ക് ടോപ്പിക്കേ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പം അതാണ് സെക്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം നടക്കണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. ആര് പറഞ്ഞ് ഈ നിയമമൊക്കെ? പിള്ളേരുടെ ചോദ്യം കേട്ടോ, എന്ത് നിർബന്ധം? ഒരു നിർബന്ധമില്ല. ഇതൊക്കെ ആരുണ്ടാക്കിക്കൊണ്ട് വന്ന അതല്ലേ ഈ കേരളത്തിൽ ഇതൊക്കെ ആരുണ്ടാക്കിക്കൊണ്ട് വന്നാണ്? ഇതാണ് കുട്ടികളുടെ ചിന്താഗതി. ഇപ്പൊ കാലം പോയതനുസരിച്ച് പെൺകുട്ടികളിൽ വന്ന മാറ്റമാണ്.
ആദ്യകാലത്ത് ഭർത്താവ് മാത്രം ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടിൽ ഇരിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, മക്കളെ വളർത്തുന്നു, അതുമെല്ലാം ചെയ്തു. അപ്പോഴെല്ലാം ഒരു അടിമത്തം പോലെ തോന്നിയിരുന്നു. അതായത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കാലം നമ്മളറിയാതെ ഒരു അദൃശ്യ ചങ്ങല ഉണ്ടായിരിക്കും, ആ ചങ്ങലയുടെ അറ്റം ഭർത്താവായിരിക്കും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമില്ല. അത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല വരുമ്പോൾ നമ്മൾ പോലും അറിയാം നമ്മുടെ കയ്യിൽ ഒരു അടിമത്തം, ഒരു വിധേയത്വ മനോഭാവം, ഒരു 2 അടിയല്ലേ 3 അടി ഹസ്ബൻഡിനെക്കാട്ടും താഴോട്ട് നിൽക്കുക എന്നൊക്കെയുള്ള ഒരു രീതി വന്ന് അപ്പം സ്ത്രീകൾക്ക് അത് പോരാ, ഒരു അടിമത്തം പോരാ, സ്വതന്ത്രമാവണം എന്ന് ചിന്തിച്ച് നല്ലതായിട്ട് പഠിച്ച് വിദ്യാഭ്യാസം നേടി സ്വന്തമായിട്ട് ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. ആ അവസ്ഥയോടനുബന്ധിച്ച് ഒട്ടനവധി നല്ല കാര്യങ്ങളും ഇങ്ങോട്ട് വന്നു ചേർന്നു. കാലത്തിൻ്റെ ഒരു പോക്കാണ് ഞാൻ പറയുന്നത്. ഒട്ടനവധി നല്ല കാര്യങ്ങളും അതിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണമെന്നുള്ള ഒരു മറുസൈഡ്, അതോടൊപ്പം പുരുഷന്മാർക്കും ഒരു മാറ്റമൊക്കെ വന്നു. അവരും അടുക്കളയിലൊക്കെ കയറി സഹായിക്കും. പണ്ട് കാലത്തെ പുരുഷന്മാർ അടുക്കള കാണത്ത് പോലുമില്ല, വെറുതെ കൈ കഴുകി ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും അറിയത്തില്ല. അതിനുശേഷം അങ്ങനെയൊക്കെ മാറ്റം, പുരുഷന്മാരും ഒരേപോലെ ജോലി പങ്കിട്ടെടുക്കുന്നു, എല്ലാം പങ്കിട്ടെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു. പോകെ പോകെ വീണ്ടും എന്തുണ്ടായെന്ന് വെച്ചാൽ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ വീണ്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം 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 എന്നുള്ള ഒരു രീതി വന്ന് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുരുഷൻ്റെയൊക്കെ അതിൻ്റെ മുകളിലാണ് സ്ത്രീകളിപ്പം കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഓവർ സ്വാതന്ത്ര്യം ചിന്തിച്ച് കൂട്ടിയെടുത്തു കഴിഞ്ഞപ്പോൾ കല്യാണം എന്ന് പറയുന്ന ഒരു ബാധ്യതയായി മാറി. അതായത് കുട്ടികളുണ്ടാകുക, മെറ്റേണിറ്റി ലീവ്, അതിനുവേണ്ടി പിന്നെ അതുങ്ങളെ നോക്കി അതുങ്ങളൊന്നും ആവണേ എത്ര കാലം എടുക്കും. അപ്പം നമ്മളുടേതായ ഇഷ്ടങ്ങളും എല്ലാം മാറ്റി വെച്ച് അതിൻ്റെ പുറത്ത് കുട്ടികളെ വളർത്താൻ വേണ്ടിയിരിക്കണം. ഇനി ആ കുട്ടികളെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ തന്നെ അതുങ്ങൾ വയസ്സുകാലത്ത് നമ്മളെ നോക്കണമെന്നില്ല. പിന്നെ ഈ പ്രസവത്തോടെ സൗന്ദര്യം പോവുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സ്ത്രീകൾ ആലോചിച്ച് കൂട്ടുന്നത്. ഇതിൻ്റെ എല്ലാ അവസാനം ഇപ്പോൾ വന്ന ഈ വിപ്ലവകരമായ മാറ്റം. ഇനി ഫിസിക്കലായിട്ട് എന്തെങ്കിലും ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഹോർമോണിൻ്റെ കുഴപ്പം കൊണ്ട് വല്ല കുഴപ്പം കൊണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ കല്യാണം കഴിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ. ലിവ് ഇൻ ടുഗദർ, എറണാകുളത്തൊക്കെ നോക്കിയാൽ മൊത്തം ലിവ് ഇൻ ടുഗദർ. അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം ജീവിച്ച് കഴിയുമ്പോഴത്തേനൊരു സ്വരച്ചേർച്ചയില്ല, ഇഷ്ടമില്ല വന്നിട്ടുണ്ട്, ദൂരക്കളയാം. ഉടുപ്പൂരുന്നല്ല. പണ്ടൊക്കെ ആൾക്കാർ പറയും കല്യാണം എന്ന് പറഞ്ഞാൽ ഉടുപ്പൂരുന്ന പോലെയൊന്നുമല്ല, വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്നൊക്കെ പറയും. ഇപ്പോൾ ഉടുപ്പൂരുന്നതിനെക്കാട്ടും സ്പീഡിൽ ദൂരക്കെറിയും. അങ്ങനെയാണ് ഇപ്പം കല്യാണം എന്നുള്ള രീതി തന്നെ മാറിയാണ് വരുന്നത്. കാരണം സ്വാതന്ത്ര്യം ഇതൊക്കെ നേടിയെടുത്തപ്പം സ്ത്രീകൾ യുദ്ധം ചെയ്ത് നേടിയെടുത്തപ്പോൾ അത് ഓവറാക്കി കളഞ്ഞിപ്പം. ഇതിൻ്റെ ഒരു അടുത്ത തലമുറ ഒന്നുകൂടെയൊക്കെ കഴിഞ്ഞ് അടുത്ത തലമുറ ഇതിൻ്റെ ലാസ്റ്റ് അനുഭവിക്കും. കാരണം ഇപ്പോഴുള്ള എല്ലാ ചിന്താഗതിയും എന്തിനാണ് കല്യാണം എന്ന് ചിന്തിക്കുന്ന ഉൾപ്പെടെ, എന്തിനാണ് ഒരു പുരുഷനെ അവനെ നമ്മൾ നോക്കിക്കൊണ്ട് നടക്കണം, പിന്നെ കുട്ടികളുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതെല്ലാം ഒരു ബാധ്യതയായിട്ടെടുക്കുന്ന ഇപ്പം പറയുമ്പോൾ അവരിത് ചിന്തിക്കുമ്പോൾ ഈ 2K കിഡ്സ് ഇപ്പം സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ചെറുപ്പത്തിൻ്റെ രക്തത്തിളപ്പിലാണ് നമ്മൾ പണ്ട് തൊട്ടേ കേരളത്തിലാണേലും ഭാരതത്തിലാണേലും മുന്നോട്ട് പോന്നിരിക്കുന്ന സിസ്റ്റത്തെ അവർക്ക് ഇഷ്ടമില്ലാതെ വരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ എല്ലാം ഈ ചെറുപ്പം കഴിഞ്ഞ് പ്രായമാകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇവർക്ക് ആരുണ്ടാവും? അന്ന് ഇവരുടെ അച്ഛനും അമ്മയും ഒന്നുമില്ല, ബോയ് ഫ്രണ്ടായിട്ട് കാലങ്ങളോളം 5-6 മാസം കൂടെ താമസിച്ച് ലിവ് ഇൻ ടുഗദർ ആയിട്ടുള്ള അവരില്ല, ആരുമില്ല, ബന്ധുക്കളില്ല, ഇനി കുട്ടികളാണേലും കുട്ടികളും ഇല്ല. അങ്ങനെ ആരും ഇല്ലാതെ വരുന്ന ഒരു കാലത്ത് ഇവരെന്ത് ചെയ്യും? ഇപ്പൊ പിന്നെ നമ്മുടെ നാടിന്റെ അവസ്ഥ മാറി. ഈ ഓരോ വൃദ്ധസദനം പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ലക്ഷങ്ങൾ അടച്ചാൽ അവരവിടെ നോക്കും. പക്ഷെ ആ സാധനങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ പറയുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ എന്തോ പെട്ടെന്ന് മരിക്കാനുള്ള സ്ലോ പോയിസണിലുള്ള വിഷം പോലത്തെ സംഭവമൊക്കെ അവർ കൊടുക്കും. തെളിവില്ല, ഓരോരുത്തർ പറയുന്ന അവർ കൊടുക്കുന്നുണ്ട്. കാരണം ഒരാളെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ലക്ഷം കൊടുക്കും, 25 ലക്ഷമൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് വൃദ്ധസദനത്തിൽ. വിദേശ രാജ്യങ്ങളിലൊക്കെ പോലെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ 25 ലക്ഷമൊക്കെ മേടിച്ചല്ലേ 50 ലക്ഷം മേടിച്ചിട്ട് ഒരാളെ അവിടെ അവർ താമസിപ്പിക്കുകയാണ്, ചെലവിനും എല്ലാം കൊടുത്ത് വളരെ ഗ്രാൻഡായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത 25 ലക്ഷം കിട്ടാനല്ലേ, അപ്പോൾ ഇയാൾ മരിച്ചാലല്ലേ പറ്റുള്ളൂ. അതിനുവേണ്ടി സ്ലോ പോയിസനൊക്കെ കൊടുത്തു പതുക്കെ ആരും അറിയാത്ത രീതിയിൽ പതുക്കെ കൊല്ലുമെന്നാണ് പറയുന്നത്. അതിൽ കൂടെ ഞാൻ പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. എന്താണേലും ഏറിപ്പോയാൽ അമൃതം വിഷമാകുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല ആര് പറഞ്ഞാന്നറിയില്ല. സ്ത്രീകൾക്ക് പണ്ട് കാലത്തെക്കാട്ടും സ്വാതന്ത്ര്യം വേണമായിരുന്നു, ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പണ്ട് വളരെ അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തമായിരുന്നു. പുരുഷന്മാരോട് ഹസ്ബൻഡ് ആണേ പോലും
12 മക്കളുണ്ടായാലും ഒരു ബന്ധവുമില്ല, അല്ലെ മുഖം പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ യാതൊരു ബന്ധവുമില്ല, ഒരു വാ തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയല്ല, പേടിച്ചു വരച്ച് നിൽക്കണം ഭർത്താവിനെ പോലും. അതൊക്കെ വളരെ ക്രൂരമായിരുന്നു. അതിൽ നിന്നൊരു നല്ലത് മാറി മാറി വന്ന് ഇപ്പം എന്തായെന്ന് ചോദിച്ചാൽ ഇപ്പം ഒന്നും പറയാനില്ല, അത്രയും മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പം ഇനി ഈ രീതിയിൽ പോയാൽ എയ്ഡ്സ് വരും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ HIV എയ്ഡ്സ് രോഗബാധ അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നു. 15 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ 2022-23 കാലത്ത് 9% എയ്ഡ്സ് രോഗബാധയെങ്കിൽ 2025 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള 7 മാസങ്ങളിൽ മാത്രം എയ്ഡ്സ് രോഗികളുടെ എണ്ണം 15.4% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 1213 പേരിൽ പുതിയതായി HIV രോഗം കണ്ടെത്തി. കേരളത്തിലാകെ നിലവിൽ 23,608 എയ്ഡ്സ് രോഗികളുണ്ട്. ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച തോതിൽ നമ്മുടെ കേരളത്തിലേക്ക് തിരികെ എത്തുന്നതും HIV പടർന്നു പിടിക്കാൻ കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ 4,477 പേരിലാണ് പുതുതായി എയ്ഡ്സ് സ്ഥിരീകരിച്ചത്. ഇതിൽ 3,393 പുരുഷന്മാരും 1,065 സ്ത്രീകളും 19 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു. 62.6% അണുബാധ ഉണ്ടായത് ഒന്നിലധികം പങ്കാളികളുമായുള്ള സുരക്ഷിതമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പ് വഴിയാണ്. 24.6% സ്വവർഗരതിയിലൂടെയും 8.1% സൂചി പങ്കിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയുമാണ് HIV കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരും സ്വയം സൂക്ഷിക്കുക. അപ്പൊ ശാരീരിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകർന്നിട്ടുണ്ട്, പിന്നെ സൂചിയിലൂടെ മയക്കുമരുന്ന്. പക്ഷെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ പെരുമ്പാവൂരാകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിലെല്ലാം വീഡിയോ വരുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു സൈഡിൽ പരസ്യമായിട്ട് ആൾക്കാർ ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയിൽ പരസ്യമായിട്ട് നിന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പരസ്യമായിട്ട് നിന്നാണ് മയക്കുമരുന്ന് കുത്തുന്നത്. ഇപ്പുറത്തെ സൈഡിൽ മിഡിയും ടോപ്പും ഒക്കെ ഇട്ട് വല്ല 10-20 വയസ്സുള്ള പെൺപിള്ളേർ വ്യഭിചാരത്തിനായിട്ട് സൈഡിലൊക്കെ നിൽക്കുന്നത്. ഇത് ബോംബെ ആണോ നമ്മുടെ പെരുമ്പാവൂരാണോ നമുക്ക് സംശയം തോന്നും. അതുപോലെയാണ് ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ ഒരു വിളയാട്ടം നടക്കുന്നത്. ആ വഴിയും ശരിക്കും പറഞ്ഞാൽ എയ്ഡ്സിൻ്റെ ഒരു ഇതുണ്ടാവും. ഏതായാലും ചിന്താഗതിയിലൊക്കെ വന്ന മാറ്റം കൊണ്ട് പൊതുവെ എയ്ഡ്സിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എയ്ഡ്സിൻ്റെ നിരക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ഓർത്ത്, ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്താകുമ്പം ഇതെല്ലാം നടക്കും അങ്ങനത്തെ ഒരു വിശ്വാസം ഞാനിരുന്നു. എയ്ഡ്സിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ പാലക്കാടിൻ്റെ പേര് 1ാം സ്ഥാനത്തോ അങ്ങനെ കണ്ടു പറഞ്ഞു. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പാലക്കാടുകാർ കൂടുതലും എങ്ങനെയാണ് മറ്റുള്ള ജില്ലയെ അപേക്ഷിച്ച് അവർ വളരെ നല്ല അടക്കമൊതുക്കമുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ എന്തോ എയ്ഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ മുന്നിലൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.